ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ മാത്യു തിട്ടയിൽ ചെമ്പുകടവ് ഇടവകയുടെ വികാരിയച്ഛനാണ്. പോട്ട ആശ്രമം നടത്തിയ പോപ്പുലർ മിഷൻ ധ്യാനം മനോഹരമായി പൂർത്തിയാകുകയാണ്. ഇടവക കുടുംബം ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന സമയം കൂടിയാണിത്. വലിയ ദൈവാനുഭവം ഈ ഇടവകയ്ക്കും ഈ ദേശത്തിനും ദൈവം നൽകിയ ദിവസങ്ങളായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു ധ്യാന ശുശ്രൂഷയായിരുന്നത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജോജോ അച്ഛനിലും ടീമിലൂടെയും ദൈവം വലിയ ദൈവാനുഗ്രഹങ്ങൾ ഇടവകയിലെ ഓരോ കുടുംബത്തിനും ചൊരിഞ്ഞു എന്നുള്ളത് ദൈവത്തിന് നന്ദി പറയുന്ന സമയം കൂടിയാണിത്. പ്രത്യേകമായിട്ട് ഈ ഇടവകയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ധാരാളം ആൾക്കാർ ഇടവക ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് ഇടവകയുടെ കൂട്ടായ്മയിലേക്ക് പങ്കാളിത്തം നൽകുന്ന രീതിയിലുള്ള ഒരു ധ്യാന ശുശ്രൂഷ. ഏറെ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നത് നമ്മുടെ ഇടവകയുടെ യുവജനങ്ങളുടെ സാന്നിധ്യം. ഒരുപക്ഷെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം കൊണ്ട് ഏറ്റവും ഈ ഇടവകയ്ക്ക് കിട്ടിയ ഒരു ഗുണമെന്നുള്ളത്, പല സ്ഥലങ്ങളിലായിരുന്ന പ്രിയപ്പെട്ട മക്കൾ ഒരുമിച്ചുകൂടി ദൈവത്തെ ആരാധിക്കാൻ, നന്ദി പറയാൻ, ദൈവത്തോടൊപ്പമായിരിക്കുവാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകയുടെ ഭാവി തലമുറയെ മനോഹരമായി തമ്പുരാൻ്റെ വഴിയെ നടത്താനുള്ള ഒരു ശൈലി ഈ പോപ്പുലർ മിഷൻ ധ്യാനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് ദൈവത്തിനു മുമ്പിൽ നന്ദിയോടെ ഓർക്കുകയാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. അത്ര സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു കടന്നുപോയതല്ലേ. റാലിയായി, പ്രോഗ്രാമുകളായി, നല്ല പ്രസംഗങ്ങൾ, രോഗശാന്തി ശുശ്രൂഷകൾ, അങ്ങനെ എല്ലാം കൊണ്ടും വലിയൊരു ആത്മീയ വിരുന്നിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് പിന്നിട്ടു. ദൈവത്തിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. ദൈവമേ, ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഉപവാസികളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാണ്, ആകാശം പോലെ അത് വിശാലമാണെന്ന സങ്കീർത്തകൻ്റെ കൃതജ്ഞതാ മനോഭാവത്തോടു കൂടിയാണ് ഈ ദിവസങ്ങൾ പിന്നിടുമ്പോൾ സമാപനത്തിൽ ആയിരിക്കുന്നത്. താമരശ്ശേരി രൂപത സ്ഥാപിതമായിട്ട് 40 വർഷങ്ങൾ പിന്നിടുകയാണ്. അടുത്ത വർഷം 2026 ഏപ്രിൽ 28 ആകുമ്പോൾ 40 വർഷങ്ങൾ പൂർത്തിയാകും. അപ്പോൾ 40ാമത്തെ വർഷത്തിലൂടെയാണ്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. ഈ 40 വർഷം ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയും സ്നേഹത്തെ എല്ലാം ഓർത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. 3 വർഷം മുൻപ് ഈ ജൂബിലി ആഘോഷത്തിന് വേണ്ടി ഒരു കമ്മിറ്റിയെ ക്രമീകരിച്ചിരുന്നു. ആ കമ്മിറ്റി 30ഓളം പ്രോഗ്രാമുകൾ ക്രമീകരിച്ചു. നമുക്കത് ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളാണ്. പാവപ്പെട്ടവർക്കായിട്ട് ഒരു ഡയാലിസിസ് സെൻറ്റർ നമ്മൾ ആരംഭിച്ചു. പിന്നെ ആളുകൾ ഏറ്റവും ദരിദ്രരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഒരു പെൻഷൻ പദ്ധതിയായ മന്ന എന്നൊരു പ്രോജക്റ്റും ഈ കാലഘട്ടത്തിൽ കുട്ടികളെ സഹായിക്കുന്നതിനായിട്ട്, പഠിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിനായിട്ടുള്ള പ്രോജക്റ്റുകൾ, പിന്നീട് ഇൻ്റലക്ച്വലായിട്ട് ബൗദ്ധിക മേഖലകളിലുള്ള രൂപീകരണത്തിനായിട്ടുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെ പലതുണ്ട്. അതിൽ ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയ്ക്കുള്ളൊരു ഏറ്റവും പദ്ധതിയാണ് പോപ്പുലർ മിഷൻ ധ്യാനം. അപ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മുടെ രൂപതയിൽ എല്ലാ ഇടവകകളിലും നടത്തണമെന്ന് ആ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം വന്നു. ഇക്കാര്യം ഞാൻ പ്രിയപ്പെട്ട ജോജോ അച്ഛനുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ വിളിച്ചപ്പോൾ ജോജോ അച്ഛൻ ഇങ്ങനെ ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. അതിനെന്താ പിതാവേ, ഞാൻ അവിടെ വരാമല്ലോ എന്ന് പറഞ്ഞു. താമരശ്ശേരി ബിഷപ്സ് ഹൗസിൽ വളരെ ത്യാഗം ചെയ്ത് അച്ഛൻ നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങളുടെ ഒരു പദ്ധതി, എല്ലാ ഇടവകകളിലും ഈ ധ്യാനം നടത്തണം, അങ്ങനെ ആത്മീയമായിട്ടൊരു ഉണർവ് എല്ലാവർക്കും ലഭിക്കണം.
അപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്തു. ഈ വർഷം 40 ഇടവകകളിലാണ് പൂർത്തിയാകുന്നത്. ഇനി അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്, ഇനിയുള്ള റൂബി ജൂബിലി വർഷം കഴിഞ്ഞാലും മറ്റിടവകകളിലും പോപ്പുലർ മിഷൻ ധ്യാനം നടത്താം എന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ആരംഭിച്ചതാണ് പോപ്പുലർ മിഷൻ ധ്യാനം. അതേക്കുറിച്ചെല്ലാം അവർ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. സാധാരണക്കാരായ ആളുകളിലേക്ക് ദൈവശാസ്ത്രം സാധാരണ രീതിയിൽ എത്തിക്കുക, അങ്ങനെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുക, അത് വളരെ പ്രയോജനപ്പെട്ടു. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട വിൻസെൻഷ്യൻ സഹോദരന്മാർ നമ്മുടെ ഇടയിലേക്കും അന്ന് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ തുടങ്ങിയ അതേ രീതിയിൽ തന്നെ അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ ഓർഗാനിക് ഗ്രോത്ത്, കാലികമായ മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് നമ്മുടെ ഇടയിൽ അവിടുന്ന് പ്രത്യേകമായിട്ട് സുവിശേഷം പ്രസംഗിച്ച് നമ്മെ ശക്തിപ്പെടുത്തുകയും ആത്മീയമായിട്ട് നവീകരിക്കുകയും ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകും. ഈ ധ്യാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം ഫലങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഫലം ഇതുതന്നെയായിരിക്കണം, ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കും. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരാഴ്ച മുഴുവൻ ഇവിടെ അധ്വാനിച്ചിട്ട് ഒന്നുമില്ലാതെ ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ ആത്മീയമായി നവീകരിക്കപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആ കൃപയിൽ സംരക്ഷണത്തിൽ ആശ്രയിക്കാനുള്ള അവരുടെ വലിയൊരു മനസ്സ്. പിന്നെ എങ്ങനെ അവർ ജീവിക്കും? ദൈവം നൽകുകയല്ലേ എല്ലാം അവർക്ക് നൽകിക്കൊള്ളും. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവർ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം, എപ്പോഴും ആകുലരല്ലേ നമുക്ക് എന്തെല്ലാം വിധത്തിലുള്ള രോഗങ്ങളെ സംബന്ധിച്ച്, സാമ്പത്തികമായ പ്രതിസന്ധികളെ സംബന്ധിച്ച്, മക്കളുടെ ഭാവി, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആകുലതയുണ്ട്. പക്ഷെ ആകുലതയുടെ ആവശ്യമേ ഇല്ല. ദൈവമെല്ലാം പരിപാലിക്കുമെന്ന് ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് പങ്കുവെച്ച് തരുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ദൈവം അവിടുന്ന് കരുതലോടെ പരിപാലിക്കും. അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, അത് സന്ധിബന്ധങ്ങളിലെല്ലാം ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയോഗങ്ങളെല്ലാം വിവേചിക്കുന്നതാണ്. അപ്പോൾ വചനം അത്ര ശക്തി. നിങ്ങൾ വചനത്തിൽ ആശ്രയിച്ചാൽ മതി, ദൈവം എല്ലാം നൽകിക്കൊള്ളും. വചനത്തിൽ ആശ്രയിക്കുക, അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വചനത്തിൽ ആശ്രയിക്കുക. വചനം നമുക്ക് ശക്തിയും കരുത്തും നൽകും. ഏത് പ്രതിസന്ധിയിലും നമുക്ക് ദൈവത്തിൻ്റെ വചനം കൂടെ ഉണ്ടെങ്കിൽ ആ വചനത്തിലൂടെ ദൈവം, അത് കാരണം എന്താണ്? അത് സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് അല്ലെ 4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായി. ഞാൻ എപ്പോഴും വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ശുശ്രൂഷകൾ എപ്പോഴും ഞാൻ വചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, ഏത് കാര്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം എന്ത് സംസാരിക്കുന്നു എന്ന് ഓർക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷ എൻ്റെ 38 വർഷങ്ങൾ പിന്നിട്ട് ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ ആരംഭ കാലഘട്ടത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് മനസ്സാകുലമാകുമായിരുന്നു. അങ്ങനെ ആകുലപ്പെടുന്ന ആ ഒരവസരത്തിൽ ഒരിക്കലും ഞാനൊരു ബസ് കാത്തു നിൽക്കുക. എനിക്ക് ആ ബസ് കിട്ടി എങ്കിൽ മാത്രമേ, ഞാൻ ഇറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി, പക്ഷേ എനിക്കൊരു ബസ് വരുന്നില്ല. ബസ് കാത്തു നിന്ന് ആ ബസ് എനിക്ക് കിട്ടിയെങ്കിലേ എനിക്ക് എൻ്റെ പ്രോഗ്രാമുകളെല്ലാം കണക്റ്റഡ് ആയിട്ട് പോവുകയുള്ളൂ. ബസ് വരാതെയായിട്ട് ഞാൻ ആകുലപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ കൺമുമ്പിലേക്ക് മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് ആത്മാവ് ഒരു വചനം ഇങ്ങോട്ട് തന്നു. ആ വചനം റോമ 8:28. നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വചനം തന്നെയാണ്, നിങ്ങളെപ്പോഴും ആവർത്തിക്കുന്നത്. എൻ്റെ
കൺമുമ്പിലേക്ക് വചനം കടന്നു വരികയാണ്. റോമ 8:28. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. റോമ 8:28. ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ പറയാവോ വചനം? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നോക്കിക്കൊണ്ട് കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പാടിക്കേ, കരങ്ങൾ വീശി ഈശോയെ നോക്കിക്കണ്ട്. ഹല്ലേലൂയ, 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 ആമേൻ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശിക്കൊണ്ട് ആരാധിക്കുന്നു, ഹൃദയത്തിൽ സ്തുതിച്ച് എല്ലാവരും കണ്ണുകൾ അടച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് എല്ലാവരും ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കിക്കൊണ്ട് നിത്യപിതാവേ, ആമേൻ, ആമേൻ. യേശുനാഥ, ആമേൻ, ആമേൻ. ദൈവപുത്ര, ആമേൻ, ആമേൻ. സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ എല്ലാവരും ഒന്ന് യാചനാരൂപത്തിൽ തുറന്നു പിടിക്കുന്നു. തിരുവൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യീശോയെ എല്ലാവരും നോക്കുന്നു.
നമ്മളോടൊപ്പമായിരിക്കുവാൻ ഈ തിരുവൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹൃദയത്തില് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളിൽ ശാന്തമായിട്ടൊന്ന് അടയ്ക്കാം. എല്ലാവരും കണ്ണുകളൊന്ന് അടയ്ക്കുന്നു. ഇതാ ഈ ഒരാഴ്ച കാലം, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ധ്യാനം ആരംഭിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും, ഒത്തിരി അസ്വസ്ഥപ്പെടുന്ന ചിന്തകളുണ്ടായിരുന്നു. പക്ഷേ ഇതാ അവസാന മണിക്കൂറുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് തീർന്നു പോയല്ലോ. ഈശോ നമ്മളെ അനുഗ്രഹിച്ച ദിവസങ്ങൾ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഒരു 2 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച ഒരു 2 പേര്. യേശുവേ നന്ദി. എല്ലാവരും മധുരം തുറന്ന് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു കുമ്പസാരം നടത്തുവാൻ, ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിച്ച ഈശോ ഇന്നിന്റെ ശുശ്രൂഷകളിലൂടെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വിശദീകരിച്ച്, ഇടവക കൂട്ടായ്മയെ വിശദീകരിച്ച് അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് കരങ്ങൾ അല്പം കൂടെ ഒന്ന് ഉയർത്തി ഒരു 4 പേര് കേൾക്കുന്ന ശബ്ദത്തില് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ ഒരാഴ്ചക്കാലം നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവരും ഒരു 6 പേര്, ഒരു 8 പേര് കേൾക്കുന്ന ശബ്ദത്തില് എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. എന്റെ ദൈവമേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഈ ഒരാഴ്ച കാലം ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവരും കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നോക്കിക്കേ. ഇതെല്ലാവരും ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മാതാപിതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപയുടെ നിറവിൽ ജീവിക്കുവാൻ ദൈവമേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. ഈ തിരുവൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നോക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ആദിയിൽ ജലത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ചൈതന്യം മണ്ണിൽ നിന്നും മനുഷ്യനെ രൂപപ്പെടുത്തി. ഇതാ ദൈവം അവനെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു. ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകി മനുഷ്യന് ജീവൻ പകർന്നു തന്നു. നമ്മളിലുള്ള ദൈവിക ചൈതന്യത്തെ പുതുജീവിതത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവ. നിക്കോദേമോസ് ഈശോയുടെ പക്കൽ വന്ന് രാത്രിയിൽ അവന്റെ പക്കൽ വരികയാ. ഇതാ പുതുജന്മം പ്രാപിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിന് അവകാശിയാകുവാൻ സാധിക്കുകയുള്ളൂ. രാത്രിയുടെ യാമത്തിൽ ആരും കാണാതെ ഈശോയുടെ അടുത്ത് വന്ന് നിക്കോദേമോസിനോട് ഈശോ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നീ സ്നാനം ചെയ്യപ്പെടണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെട്ട നിക്കോദേമോസിന്റെ ജീവിതം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റ് 2 ഇടങ്ങളിൽ കൂടെ നമ്മൾ കാണുന്നുണ്ട്. രാത്രിയിൽ ആരും കാണാതെ ഈശോയുടെ അടുത്ത് കടന്നു വന്നവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ ഇതാ അധികാരികൾ ഈശോയെ വധിക്കുവാനുള്ള ആലോചന നടത്തുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നവനായി
പകലിന്റെ വെളിച്ചത്തിൽ ഈശോയ്ക്ക് വേണ്ടി വാദിക്കുന്നവനായിട്ട് പരിശുദ്ധാത്മാവ് നിക്കോദേമോസിന്റെ ജീവിതത്തെ മാറ്റി. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു, ഈശോയെ സംസ്കരിക്കുവാൻ നിക്കോദേമോസ് ആണ് പോകുന്നത്, മുൻകൈ എടുക്കുന്നത്. പ്രിയമുള്ളവരെ, രാത്രിയിൽ ആരും കാണാതെ ഈശോയുടെ പക്കലേക്ക് കടന്നു വന്നവനെ ഈശോ തന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തപ്പോൾ ഈശോയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നവൻ, ഈശോയുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിയായി നിക്കോദേമോസ് മാറി. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇതാ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഈശോ നൽകുന്ന മാതൃക നിക്കോദേമോസിന്റെ ജീവിതമാ. ഇനിയുള്ള നിന്റെ ജീവിതം, ഇനിയുള്ള എന്റെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജീവിതം. ഞാനായിരിക്കുന്ന എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിത മേഖലയിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ നിറയപ്പെട്ട ജീവിതം. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും, പുത്തൻ അഭിഷേകം നൽകും, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കും. ദുശീലങ്ങളിൽ നിന്ന്, അടിമത്തങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വിമോചനം നൽകി നമ്മളെ ശക്തിപ്പെടുത്തും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് രാജേഷ്. ചെമ്പോട് പള്ളിയിലെ കൈക്കാരനാണ്. ഞങ്ങളുടെ ഇതൊരു കുടിയേറ്റ മേഖലയായിരുന്നു. 1968 ഇവിടെ കുടിയേറ്റം നടന്നു. 78 ചെമ്പോട് പള്ളി രൂപം കൊണ്ടു. അന്ന് രൂപം കൊണ്ടപ്പോൾ അന്നിരുന്ന അച്ഛന് കൊട്ടുകപ്പള്ളി അച്ഛനാണ് ഇവിടെ കണ്ണൂത്തു നിന്ന് കുർബാന ചൊല്ലിയത്. അതിനുശേഷം ഇടവക വന്നതിന് ശേഷം ജോൺ കളരിപ്പറമ്പിൽ അച്ഛനാണ് ഞങ്ങളെ വികാരി അച്ഛനായിട്ട് വന്നത്. അച്ഛൻ്റെ സേവനം സുദീർഘമായ സേവനങ്ങളായിരുന്നു. അച്ഛന് വന്ന് പള്ളിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ തീക്ഷ്ണമായിട്ടും ആത്മീയ കാര്യങ്ങൾക്കെല്ലാം വളരെ മികച്ച നിന്നു. അതിനുശേഷം ഞങ്ങളൊക്കെ ഏകദേശം വന്നിട്ടൊരു 40 വർഷത്തോളമായി ഇവിടെ. അതിനുശേഷം പിന്നെ വന്ന വികാരിയച്ഛന്മാരെല്ലാം ഇടവകയോട് നല്ല രീതിയിൽ നല്ല സേവനങ്ങൾ കാഴ്ചവെച്ചു. ഇടവകയിൽ അവർ സ്വന്തം വീട് പോലെ, എല്ലാ ഇടവകക്കാരും സ്വന്തം വീട് പോലെ വെച്ചു. ഏകദേശം ഒരു 15 കൊല്ലം മുമ്പാണ് ഈ പോപ്പുലർ ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ വന്നത്. അതിനുശേഷം പിന്നെ വരുന്നത് ഇപ്പോൾ 2025 ഇപ്പോൾ ഈ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ധ്യാനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ജോർജ് അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ തോമസ് അച്ഛൻ ഞങ്ങളുടെ നാട്ടുകാരാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ എന്നും കാണുന്ന ആൾക്കാരും കൂടിയാണ്. നല്ല മനോഹരമായ ക്ലാസ്സുകളായിരുന്നു. അതുപോലെ തന്നെ ധ്യാനത്തിൻ്റെ ശുശ്രൂഷയും എല്ലാം ഒന്നിനൊന്ന് മികച്ചു നിന്നു. പിന്നെ ഇനിയും ഇതുപോലെ തന്നെ ധ്യാനങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ വരട്ടെ എന്ന് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ഈ തുഷാരീരി ഇവിടെ രൂപം 2005 രൂപം കൊള്ളുന്നത്. ഈ തുഷാരീരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പള്ളീൻ്റെ ഒരു അതിരായിട്ട് വരും. അത്രയും ജനങ്ങൾ ഇവിടെ കയറി പാർക്കുന്ന ഒരു ഏരിയയാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ തുഷാരീരിയുടെ മടിത്തട്ടിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. തുഷാരീരി അതുപോലെ തന്നെ പുറത്തുനിന്ന് കണ്ടമാനം ആൾക്കാർ തുഷാരീരി കാണാൻ വരുന്നുണ്ട്. അവർ വരുമ്പോൾ ഇവിടെ നല്ലൊരു കുരിശുപള്ളി, അവർ അതിമനോഹരമായ ഒരു കുരിശുപള്ളി. ആ കുരിശുപള്ളിയിൽ ഇറങ്ങി അവിടെ മദർ തെരേസൻ്റെ ഫോട്ടോ, മാതാവിൻ്റെ ഫോട്ടോ ഇതെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് നേർച്ചയിട്ടിട്ടാണ് ഇവരൊക്കെ പോകുന്നത്. എൻ്റെ പേര് ബേബിച്ചൻ വട്ടുകുന്നേൽ. ചെമ്പുകടവ് ഇടവകയുടെ കൈക്കാരനാണ് നിലവിൽ. ഈ ധ്യാനം എന്ന് പറയുന്നത് ഇന്ന് ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ തവണയാണ് ഇവിടെ നടക്കുന്നത്. അതായത് 1982 2000 ഇപ്പോൾ 2025 നടന്നുകൊണ്ടിരിക്കുന്നു. 430ഓളം കുടുംബങ്ങളുണ്ട് ഈ ഇടവകയിൽ. വിവിധ അതിനകത്ത് താഴെ തട്ടിലുള്ളവരും മുകളിൽ തട്ടിലുള്ളവരും നടുവിലുള്ളവരും എല്ലാവരും തന്നെയുണ്ട്. 430ഓളം
അതുകൊണ്ട് 1250-300ഓളം ഇടവകങ്ങളുണ്ട്. എല്ലാവരുടെയും കൂട്ടായ്മയും സംഘാടത്വം എല്ലാം നല്ല പോലെ ഉണ്ടായിരുന്നു, പങ്കാളിത്തം എല്ലാം നല്ല പോലെ ഉണ്ടായിരുന്നു. പുതിയൊരു അനുഭവമായിരുന്നു എല്ലാവർക്കും. പള്ളി വരാതിരുന്നവരും കാലങ്ങളായിട്ട് കുംസാരം മുടങ്ങി കിടക്കുന്നവരും എല്ലാവരും നല്ല നല്ല രീതിയിൽ വന്ന് കുംസാരിച്ച് 6 ദിവസം രാവിലെയും വൈകിട്ടും. രാവിലെ 5:30 തുടങ്ങി 7 മണിക്ക് തീരും. വൈകുന്നേരം 6:30 റാലിയോട് കൂടി വന്ന്, നല്ല ഭക്തിയായ റാലിയോട് കൂടി വന്ന് പള്ളിക്കകത്ത് കയറി അച്ഛന്മാരുടെ വചനപ്രഘോഷണവും എല്ലാം ശ്രവിച്ച് വിശുദ്ധ കുർബാനയുടെ നവീകരിക്കപ്പെട്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ഈ നിമിഷം ഇന്ന് വരെ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ചെമ്പോട് എന്ന് പറയുന്നത് മലയോര മണ്ണിൻ്റെ മടിത്തട്ടായ തുഷാരഗിരി ഗ്രാമമാണ്. എല്ലാം കൊണ്ടും പ്രകൃതി ദത്തമായൊരു ഇടവകയാണ് ചെമ്പുകടവ്. ഭാവിയിൽ ഈ ദേവാലയം സെൻറ്റ് ജോർജ് ഗീവറി സഹതാരി നാമധേയത്തിലുള്ളതാണ്. ഭാവിയിൽ തീർത്ഥാടന കേന്ദ്രമായി തന്നെ വന്നേക്കാവുന്ന താമരശ്ശേരി രൂപതയിൽപ്പെട്ട ദേവാലയമാണിത്. എല്ലാ കാര്യത്തിലും നിലവിൽ വികാരിച്ചനാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ആത്മീയതയോടുകൂടി വികാരിച്ചന നേതൃത്വത്തിലുള്ള കൈക്കാരന്മാരും സംഘടനകളും എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു. എൻ്റെ പേര് ജോസ് മണിയാട്ട്. ഈ ഇടവകയുടെ കൈക്കാരനാണ്. പിന്നെ ഈ പോപ്പുലർ മനുഷ്യൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. ഞാൻ ഈ ധ്യാന പരിപാടികളൊക്കെ പുതുപ്പാടി ധ്യാന കേന്ദ്രത്തിൽ 25 വർഷമായിട്ട് ധ്യാന കൺവെൻഷനും പരിപാടിയൊക്കെ ആയിട്ട് അതിൻ്റെ കൺവീനറും ഒക്കെ ആയിട്ട് ഉള്ള പ്രവൃത്തി പരിചയമുള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്തവണ അച്ഛൻ നിർബന്ധിച്ച് തന്നെ കൺവീനറാക്കിയത്. അത് ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. പിന്നെ ധ്യാനം നല്ലൊരു അനുഭവമായിരുന്നു. 5 ദിവസം കടന്നു പോയത് പോലും അറിഞ്ഞില്ല. അതുപോലെ നല്ല അനുഭവത്തിൽ ഈ ഇടവക ജനം മുഴുവൻ വളരെ സന്തോഷത്തിലാണ്. അതിൽ വളരെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഈ ധ്യാനം ഇവിടെ പോപ്പുലർ മിഷൻ ധ്യാനം വരുന്നത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. വെച്ചാൽ ഇവിടെ ഇതിന് മുന്നേ 2 പ്രാവശ്യം ഈ ധ്യാനം നടന്നിട്ടുള്ളതാണ്, കുറച്ച് വർഷങ്ങൾ മുന്നിൽ. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ ആ ഒരു ഓർമ്മ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട്. ആ ഒരു സന്തോഷവും പിന്നെ ഈ മിഷൻ അച്ഛന്മാരുടെ പോപ്പുലർ മിഷൻ ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. മറ്റു ധ്യാനത്തിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു രീതിയും ഒക്കെയാണ് ഉള്ളത്.